ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇത് സാറാണ്. അപ്പോൾ നമ്മൾ +1 ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് എന്താണ് മക്കൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലേ. മക്കളിപ്പോൾ പല വഴിയിൽ നിന്നും അറിഞ്ഞു വെച്ചിട്ടുണ്ടാവും കുറേ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിന് മുൻപ് എന്താ ഒന്നുകൂടി ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഡൗട്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കൊന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം ഓപ്ഷണൽ പേപ്പേഴ്സിനെ കുറിച്ച്. ഓക്കെ, അപ്പം നമുക്കറിയാം നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഓപ്ഷണൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് CA ആണ്, മറ്റൊന്ന് മാത്സ് ആണ്. ഓക്കെ, പിന്നെ ഒന്ന് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസ് ആണ്. ദെൻ ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, സ്റ്റാറ്റി ആണ്. റെഡി? അപ്പോൾ ഈ 4 ഓപ്ഷണൽ സബ്ജക്റ്റുകളിലും നമുക്ക് ആദ്യം തന്നെ ഇപ്പം CAയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് അല്ലേ. നമുക്കറിയാം ഇപ്പൊ എന്താണ് മക്കൾക്ക് എന്താണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജോബ് കരിയറിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇനിയിപ്പോൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വെബ് ഡിസൈനിങ്, അതുപോലെ തന്നെ എന്താണ് സോഫ്റ്റ്വെയർ ഡിസൈനിങ്, ആപ്പ് ഡെവലപ്പർ, അങ്ങനത്തെ ഉള്ളതാണ് കരിയർ ഓപ്ഷനിലേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മക്കൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇത് CA എന്ന് പറയുന്നത്. കാരണം ഈ എന്താണ് ഇപ്പം ഈ ഓരോ വെബ്സൈറ്റ് ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള എന്താണ് നമുക്ക് നമ്മളൊരു കരിയർ സെറ്റാക്കി എടുക്കാൻ പാകത്തിൽ ഇത്ര ജോബ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള എന്താണ് C++ ആയാലും ഓരോ ലാംഗ്വേജസ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് കാര്യങ്ങൾ. വെബ് ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജിങ് പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ എന്താണ് ഒരു ബേസിക്സ്, അതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതൊക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റും. നമ്മുടെ CA എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ നമുക്കത് പഠിച്ചു തുടങ്ങാൻ പറ്റും. ഓക്കെ, സോ അത്തരത്തിലുള്ള കരിയർ ഓപ്ഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇത് CA. റെഡി? ഇനി മാത്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താ മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്രത്തോളം. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ മക്കൾ പ്രിപ്പയർ ചെയ്യും അല്ലെ. ആ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെയും ഇമ്പോർട്ടന്റ് പാർട്ടാണ് ആര് മാത്സ് എന്ന് പറയുന്നത്. റെഡി? പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് കൊമേഴ്സ് ആണ്. കൊമേഴ്സ് നമുക്കറിയാം അക്കൗണ്ടിങ് വിട്ടൊരു കളിയില്ല അല്ലെ. സോ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാലും നമ്മൾ എന്താണ് കുറെ മാത്സ് കാര്യങ്ങൾ, മാത്സ് മീൻസ് എന്താ നമ്മൾ അത്തരത്തിലുള്ള മാത്സ് കാര്യങ്ങളല്ല, നമ്മൾ 10th വരെ ഒന്നും പഠിച്ച കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് എന്താണ് ആഡ് ചെയ്യാനും കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും തുടങ്ങി പെർസെൻറ്റേജ് കാണാം, അങ്ങനത്തെ എന്താണ് കാൽക്കുലേഷൻസ് നമുക്ക് അക്കൗണ്ടിങ്ങിലും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ എന്താണ് അക്കൗണ്ടിങ് വിത്ത് മാത്സ് എന്ന് പറയുന്ന ഒരു കൊമേഴ്സ് സ്ട്രീം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അത്തരത്തിൽ എന്താണ് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് ഇത് സാർ ഇപ്പൊ പറഞ്ഞിട്ടുള്ള നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കേസ് ആയാലും. ഇനിയിപ്പോ മക്കൾ എന്താണ് കൊമേഴ്സ് കഴിഞ്ഞുകൊണ്ട് CA CMA തുടങ്ങിയ എന്താണ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോവുകയാണ്. അവിടെയൊക്കെ എന്താ നമുക്ക് മാത്സ് പഠിക്കാനുണ്ട്. മാത്സ് വരും, മാത്സിന്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. സോ ആ ഒരു ഫൗണ്ടേഷനിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്താക്കാം ഒരു ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഫൗണ്ടേഷൻ എവിടുന്നേ സെറ്റ് ചെയ്യാം, +1 +2 തന്നെ സെറ്റ് ചെയ്യാം. സോ അങ്ങനെ എന്താണ് CA CMA ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്താ മാത്സ് ചൂസ് ചെയ്യാവുന്നതാണ്. റെഡി? ദെൻ അതിനുശേഷം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം ഒരു ജനറൽ പേപ്പർ ആണല്ലേ. നമുക്കിപ്പോൾ എന്താണ് ഈ SSC RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമുകൾക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ബേസിക്സ് നമുക്ക് എവിടുന്നേ ഒപ്പിക്കാം, +1 +2 ഒപ്പിക്കാം. പൊളിറ്റിക്കൽ സയൻസിലൂടെ നമുക്കത് കിട്ടുന്നതായിരിക്കും. റെഡി? ദെൻ ലാസ്റ്റത്തെ ആണ് ഇത് സ്റ്റാറ്റി എന്ന് പറയുന്നത് അല്ലെ. സ്റ്റാറ്റിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉള്ള ഒരു മേഖലയാണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് അനലിറ്റിക്സ് മേഖലയാണ്. അനാലിസിസ് ചെയ്യാം. അനാലിസിസ് ബേസിക്കലി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ NSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ CSO ഉണ്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ. ഇത്തരത്തിൽ ഗവൺമെന്റ് മേഖലകളിലും അതുപോലെ പ്രൈവറ്റ് മേഖലകളിലും ഒക്കെ നമുക്ക് ഈ അനലിറ്റിക്സിന്റെ ബേസിൽ നമുക്ക് ഒരുപാട് കരിയർ ഓപ്ഷൻസ് എവിടെ വരുന്നുണ്ട്, സ്റ്റാറ്റിയിൽ അവൈലബിൾ ആണ്. സോ അത്തരത്തിൽ നമ്മളിപ്പം എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങൾ ഒക്കെ ഫ്യൂച്ചറിൽ നമ്മൾ ഈ PhD ചെയ്യുക, അങ്ങനെ ഹയർ സ്റ്റഡീസിനൊക്കെ ഈ സ്പെസിഫിക് സബ്ജക്റ്റുകളൊക്കെ എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ മാത്സ് സ്റ്റാറ്റി ഒക്കെ എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് അത് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ഓപ്ഷണൽ സബ്ജക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ എന്താണ് മക്കള് ശരിക്കും ഒരു കരിയറിനെ പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത് +1 +2. സോ ആ കാര്യങ്ങളിലൂടെ ഒക്കെ തന്നെ മാത്രം എന്ത് ചെയ്യുക മക്കള് ഓപ്ഷണൽ പേപ്പേഴ്സ് ചൂസ് ചെയ്യുക എന്ന് വെച്ച് ശ്രദ്ധിച്ചോ. എന്ന് വെച്ച് എന്താണ് നമുക്കിപ്പം മാത്സ്
യെസ്, CA CMA ഒക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് എന്താ മാത്സിന് ഒരു ഫൗണ്ടേഷൻ വേണമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് മാത്സ് എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. എന്ന് വെച്ചെന്താ നിങ്ങൾക്ക് മാത്സ് എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്നതല്ല. ഓക്കെ, യെസ്. അപ്പൊ എടുത്താൽ നല്ലതാണ് എന്നുള്ള രീതിയിലാണ്. അത് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടമല്ല. അത് മക്കൾ മനസ്സിലാക്കി വെക്കുക. അതിപ്പോ ഇത് ഏതിന്റെ കേസ് ആയാലും. ഓക്കെ, ഇപ്പൊ CA പഠിച്ചു, നമുക്ക് വെബ് ഡിസൈനിങ് ഒക്കെ പഠിക്കാനൊന്നും താല്പര്യമുണ്ട്, പക്ഷെ നമുക്ക് CA കിട്ടിയില്ല, അല്ലെങ്കിൽ CA എടുക്കാൻ പറ്റിയില്ല, നമ്മൾ മറ്റേതെങ്കിലും ആണ് എന്ന് വെച്ചാൽ അതൊരു പ്രശ്നമല്ല. ഓക്കെ, പക്ഷെ എന്താണ്, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്, എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്താ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്തുകൊണ്ട് ഇത് ഓരോന്നും സെലക്ട് ചെയ്യുക എന്നാണ്. റെഡി? അപ്പൊ ഈ കാര്യങ്ങൾ ആദ്യം മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.